നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇടുക്കിയിൽ പൂർണ്ണം. തോട്ടം മേഖലയും നിശ്ചലമായി. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതും അപൂർവം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിൽ കേരളം മികച്ച പുരോഗതി കൈവരിച്ചുവെന്നും നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇടുക്കി ആർച്ച് ഡാമിന് ഇന്ന് 50ാം പിറന്നാൾ. 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ച മഹാത്ഭുതം ഇന്നും കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി നിലനിൽക്കുന്നു. KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കൾക്കായുള്ള ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. വൈദ്യുതി സംബന്ധമായ വിഷയങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുകയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ലക്ഷ്യം. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് പണിമുടക്കുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇടുക്കിയിൽ പൂർണ്ണം. തോട്ടം മേഖല നിശ്ചലമായി. KSRTC സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതും അപൂർവമാണ്. കടകമ്പോളങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. വിനോദസഞ്ചാര മേഖലയും നിശ്ചലമായി. ഐക്യ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുത നിയമ ഭേദഗതി പിൻവലിക്കുക, വിത്തുബില്ല് ഉപേക്ഷിക്കുക തുടങ്ങിയ 13ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐക്യ ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. BMS പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമുയർത്തി ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഇടുക്കിയിൽ പൂർണ്ണമായിരുന്നു. മലയോര മേഖലയിൽ KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കി. പണിമുടക്കിൽ തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമായി. കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസിലെ ഹാജർ നിലയും വളരെ കുറവാണ് രേഖപ്പെടുത്തിയത്. സ്വകാര്യ വാഹനങ്ങളടക്കം നിരത്തിലിറങ്ങിയത് അപൂർവം. പാൽ, പത്രം, ആശുപത്രി, മറ്റ് ആവശ്യ സർവീസുകൾ എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയും പണിമുടക്കിൽ നിശ്ചലമായി. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തി ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കേന്ദ്ര സർക്കാരിന്റെ വിവിധ നിലപാടുകൾക്കെതിരെ ഐക്യ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ മേഖലകളിൽ തൊഴിലാളികൾ പണിമുടക്കിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ഇടുക്കിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ തൊഴിലാളി പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. HRTT യൂണിയന്റെ നേതൃത്വത്തിൽ തോട്ടം തൊഴിലാളികൾ പുന്നസിറ്റിയിൽ നിന്നും NR സിറ്റിയിലേക്ക് പണിമുടക്കി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനം സമാപിച്ചതിന് ശേഷം നടന്ന യോഗം യൂണിയൻ നേതാവ് OG മദനൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ KP സുബീഷ് അധ്യക്ഷത വഹിച്ചു. CR രാജു സ്വാഗതം ആശംസിച്ചു. MM വിശ്വംഭരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജാക്കാട്ടിലും പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. രാജാക്കാട് സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പൊതുയോഗത്തിൽ KK തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. PA വിജയൻ സ്വാഗതം ആശംസിച്ചു. CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുമാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവും ഒട്ടേറെ തൊഴിലാളി മുന്നേറ്റങ്ങളിലൂടെ, ഒട്ടേറെ സമരങ്ങളിലൂടെ, ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ ഒട്ടേറെ പേരുടെ ജീവൻ ത്യജിച്ച് രക്തസാക്ഷിത്വം വഹിച്ച് നേടിയെടുത്ത തൊഴിൽ സംരക്ഷണ നിയമങ്ങൾ, ആ നിയമങ്ങളെല്ലാം കാറ്റിൽപ്പെടുത്തിക്കൊണ്ട് 2020 മോഡി സർക്കാർ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിന്റെ ഭാഗമായി തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. നേതാക്കളായ VA കുഞ്ഞുമോൻ, പ്രിൻസ് മാത്യു, ഷിനു MA, VJ ബാബു, ബേബിലാൽ, പൈലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തുന്ന ദേശീയ പണിമുടക്കിന് അഭിവാദ്യം അർപ്പിച്ച CITUവിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗം CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K കലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. CD ക്രിസ്റ്റി, T ഷാജി, സുനിൽ കുമാർ, ബിനു തോമസ് എന്നിവർ പ്രസംഗിച്ചു.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിൽ കേരളം മികച്ച പുരോഗതി കൈവരിച്ചുവെന്നും നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ ഇടമലക്കുടി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഫെബ്രുവരി 14-ന് SIR നടപടികൾ തീർക്കുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നും 2 ദിവസം മുന്നേ പൂർത്തീകരിക്കും. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും വോട്ടർമാർക്ക് BLOമാരെയോ EROമാരെയോ സമീപിക്കാം. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയുടെ തലേദിവസം വരെ പേര് ഉൾപ്പെടുത്തുവാൻ കഴിയും. 62 നിയമസഭാ മണ്ഡലങ്ങളിൽ SIR ഹിയറിംഗ് മുഴുവനായും പൂർത്തീകരിച്ചു. ദേവികുളം നിയോജക മണ്ഡലത്തിലും മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടമലക്കുടിയിലും ഹിയറിംഗ് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഹിയറിംഗിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് ഇടമലക്കുടിയിലെ വോട്ടർമാർ അറിയിച്ചത്. വോട്ടർമാരും BLOമാരും രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ വിഭാഗത്തിന് നല്ല പിന്തുണയാണ് നൽകുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 62 LACCയിൽ ഓൾറെഡി ഹിയറിംഗ് പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇടമലക്കുടി ദേവികുളം LACയിലും ഹിയറിംഗ് അവർ 100% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാരോടും ഇവിടുത്തെ വോട്ടർമാരോടും നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിലെ ഹിയറിംഗിൻ്റെ സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ഇഡ്ഡിലിപ്പാറക്കുടി, സൊസൈറ്റിക്കുടി, മീൻകുത്തിക്കുടി, അമ്പലക്കുടി തുടങ്ങിയ ഉന്നതികളിലെ നിവാസികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസാരിച്ചു. അമ്പലപ്പടിക്കുടി ഉന്നതിയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടറായ 90 വയസ്സുള്ള ദൊരൈസ്വാമിയുടെ വീടും അദ്ദേഹം സന്ദർശിച്ചു. പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തായ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിലെ ക്രമീകരണങ്ങളും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തി. തുടർന്ന് ദേവികുളം നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ മൂന്നാർ ഗവൺമെന്റ് VHSS ആൻഡ് TTIയും അദ്ദേഹം സന്ദർശിച്ചു. ദേവികുളം സബ് കളക്ടർ ആര്യ VM, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജ വർഗീസ, മൂന്നാർ DYSP S ചന്ദ്രകുമാർ, ദേവികുളം തഹസിൽദാർ G അജേഷ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K അഭിലാഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മുരളി KG എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി ആർച്ച് ഡാമിന് ഇന്ന് 50ാം പിറന്നാളാണ്. 1976 ഫെബ്രുവരി 12-നാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് ഈ ആർച്ച് ഡാം സമർപ്പിച്ചത്. ഒരു മഹാ അത്ഭുതമായി ഇന്നും കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി നിലകൊള്ളുകയാണ്. 50 വർഷങ്ങൾക്കിപ്പുറം ഇടുക്കി പദ്ധതിയുടെ ചരിത്ര വഴികളിലൂടെ ഒരു യാത്ര. ഫെബ്രുവരി 12 രാവിലെ 9 മണി. കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തിയ ആ നിമിഷത്തിലാണ് ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാം രാജ്യത്തിന് സമർപ്പിച്ചത്. 1919 ഇറ്റാലിയൻ എഞ്ചിനീയർ ജേക്കബ് മുന്നോട്ട് വെച്ച ആശയം പിൽക്കാലത്ത് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് WJ ജോണിന്റെ കണ്ടെത്തലിലൂടെയാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയത്. കുറവൻ കുറത്തി മലയിടുക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന് കുറുകെ പണിത ഈ ആർച്ച് ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഡാമുകളിൽ ഒന്നാണ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിങ്ങനെ 3 അണക്കെട്ടുകൾ ചേരുന്നതാണ് ഈ ബൃഹത്തായ പദ്ധതി. കാനഡയുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ 1960കളിൽ ആരംഭിച്ച നിർമ്മാണം അടിയന്തരാവസ്ഥയുടെ അവസാന കാലത്താണ് പൂർത്തിയായത്. സമുദ്രനിരപ്പിൽ നിന്നും ആയിരക്കണക്കിനടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ഡാം മൂലമറ്റത്തെ ഭൂഗർഭ നിലയത്തിലേക്ക് വെള്ളമെത്തിച്ചാണ് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. 50ാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും ഏഷ്യയിലെ ഈ വമ്പൻ നിർമ്മിതി അത്ഭുതമായി ഇന്നും വിനോദസഞ്ചാരികളെയും സാങ്കേതിക വിദഗ്ധരെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. സിറ്റി വിഷൻ, ഇടുക്കി. KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കൾക്കുള്ള ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. വൈദ്യുതി സംബന്ധമായ വിഷയങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുകയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ലക്ഷ്യം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയും ഉടുമ്പൻചോല MLAയുമായ MM മണി നിർവഹിച്ചു.
സംസ്ഥാനത്തെയും ഇടുക്കി ജില്ലയിലെയും വൈദ്യുത മേഖലയിൽ നിരവധിയായ പദ്ധതികളും സേവനങ്ങളും നടത്തിവരികയാണ്. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി, ചെങ്കുളം പദ്ധതി, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന KSEB വൈദ്യുത വിതരണ മേഖലയും വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സേവനം വാതിൽപ്പടിയിൽ എന്ന പദ്ധതി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇതിനു പുറമെയാണ് KSEB എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഉപഭോക്താക്കൾക്ക് വേണ്ട ബോധവൽക്കരണം നൽകുന്നതിനും വൈദ്യുത സേവനങ്ങളെ പറ്റിയുള്ള സംശയ നിവാരണത്തിനും മുൻതൂക്കം നൽകുന്നതാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ദേശം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുഞ്ചിത്തണ്ണിയിൽ നടന്നു. മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയും ഉടുമ്പൻചോല MLAയുമായ M. M. മണി ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി, കേരള KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ KSEB എല്ലിൻ്റെ എല്ലാ സർക്കിൾ ഓഫീസും കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നു. ഇതിൻ്റെ ഇടുക്കി ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ അവസരത്തിൽ ഞാൻ നിർവഹിച്ചുകൊള്ളുന്നു. KSEBയുടെ എല്ലാ സർക്കിൾ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തനമുണ്ടായിരിക്കുന്നതാണ്. 9447656628 എന്ന വാട്സാപ്പ് നമ്പറിലൂടെ സംശയങ്ങളും പരാതിയും അറിയിക്കുവാൻ സാധിക്കും. KSEB എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി റെജിമോൻ സ്വാഗതം ആശംസിച്ചു. വിനോദ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് ഉദയകുമാർ, എബിൻ ജ്യോതി കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സിറ്റി വിഷൻ, കുഞ്ചിത്തണ്ണി. ഖജനാപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ബസ് സർവീസ് നിലച്ചത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാഴ്ത്തുന്നു. ഒരു വർഷമായി ബസ് സർവീസ് നടത്താനാകാതെ അധികൃതർ ബുദ്ധിമുട്ടുകയാണ്. ബസ് സർവീസിനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള തുക കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നതാണ് സ്കൂൾ അധികൃതരെയും PTA അധികൃതരെയും പ്രതിസന്ധിയിലാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഖജനാപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂള് പരിസര മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സ്കൂൾ ബസ് സർവീസ് നിലച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു. തമിഴ് പിന്നോക്ക വംശജരായ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടുവാനുള്ള ഏക ആശ്രയമാണ് ഈ സർക്കാർ സ്കൂള്. ഖജനാപ്പാറ, കുമ്പപ്പാറ, രാജകുമാരി, ബൈസൺ വാലി, മുട്ടുകാട് തുടങ്ങിയ മേഖലകളിലെ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് ഇവിടെ പ്രധാനമായും പഠിക്കുന്നത്. 1 മുതൽ 10 വരെ തമിഴ് മീഡിയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതും. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി സ്കൂളിന് സർക്കാർ അനുവദിച്ച ബസ് ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ബസ് സർവീസ് പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. ബസ് കട്ടപ്പുറത്ത് കിടക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. തോട്ടം തൊഴിലാളികളായ രക്ഷിതാക്കൾക്ക് ബസ് ഫീസ് അടയ്ക്കുവാൻ കഴിയാത്തതും ബസിന്റെ മെയിന്റനൻസ്, ഫിറ്റ്നസ് ടെസ്റ്റ്, ഇൻഷുറൻസ് എന്നിവയ്ക്കായി ആവശ്യമായ തുക കണ്ടെത്തുവാൻ PTIക്ക് സാധിക്കാത്തതുമാണ് സർവീസ് നിലച്ചതിന്റെ പ്രധാന കാരണങ്ങൾ. ബസ് സർവീസ് നിർത്തലായതോടെ ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്. ചിലർ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ചാണ് സ്കൂളിലെത്തുന്നത്. മറ്റു ചിലർ ഏറെ ദൂരം കാൽനടയായി സഞ്ചരിക്കേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു. ഇത് കുട്ടികളുടെ പഠനത്തെയും സുരക്ഷയെയും ഗുരുതരമായി ബാധിക്കുന്നതായി അധ്യാപകരും രക്ഷിതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. ഈ വണ്ടി ഇവിടെ ഉള്ള പിള്ളേർ മൊത്തം പാവപ്പെട്ട പിള്ളേരാ. ഞങ്ങളും പിന്നെ ടാക്സ്, PTA സപ്പോർട്ട്, ടീച്ചേഴ്സ് എല്ലാവരും കൂടെ സപ്പോർട്ട് ഉണ്ട്. ഈ പിള്ളേർ തരുന്ന പൈസ എല്ലാം അതിന്റെ മെയിൻ്റെനൻസിനെ ചെലവാക്കി പോകുന്നുണ്ട്. ടാക്സ് അടയ്ക്കാനുള്ള പൈസ കിട്ടുന്നില്ല. അതുകൊണ്ടാ. പിന്നെ വണ്ടി നല്ല കണ്ടീഷനാ. ഇത്തിരി സഹായം കിട്ടുവാണെങ്കിലും പിള്ളേർക്ക് നല്ല പ്രയോജനം കിട്ടും. പ്രദേശവാസികളുടെ സഹകരണം ലഭിച്ചാൽ ബസിന്റെ ആവശ്യമായ ടെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സർവീസ് വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും PTA ഭാരവാഹികളും. സ്കൂൾ ബസ് സർവീസ് പുനരാരംഭിക്കുന്നതിന് ഈ മേഖലയിലെ 100 കണക്കിന് കുട്ടികൾക്ക് ആശ്വാസമാകുമെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. സാമൂഹിക സംഘടന ജനപ്രതിനിധികളും ഇടപെട്ട് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാണ്. സിറ്റി വിഷൻ, രാജകുമാരി. തണ്ടർ ഡിജിനെറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വാർഷിക യോഗം നടന്നു. കോട്ടയം കുമരകത്ത് നടന്ന വാർഷിക യോഗം ഇടുക്കി വിഷൻ MP ജോഷി ഫിലിപ്പ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ ഇടുക്കി വിഷൻ ഡിജിറ്റൽ TVയോടൊപ്പം വിവിധ കമ്പനികളുടെ ഇന്റർനെറ്റ് വിതരണം ചെയ്തു വരുന്ന കമ്പനിയാണ് തണ്ടർനെറ്റ് ഡിജി കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. മുണ്ടക്കയം, കട്ടപ്പന, നെടുങ്കണ്ടം, ഇടുക്കി, അടിമാലി, രാജാക്കാട് മേഖലകളിൽ KFON, BSNL ഉൾപ്പെടെ വിവിധ കമ്പനികളുടെ നെറ്റ് വിതരണം ചെയ്യുന്ന കമ്പനിയുടെ 2ാമത് വാർഷിക യോഗത്തിൽ കമ്പനി MD സിബി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി വിഷൻ MD ജോഷി ഫിലിപ്പ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് അംഗം ജെയ്സൺ വാർഷിക റിപ്പോർട്ടും സിബി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. അനീഷ് K. തോമസ്, മൈക്കിൾ, ഷിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. മനോജ് മാത്യു നന്ദി രേഖപ്പെടുത്തി. ഡിജിറ്റൽ TVയോടൊപ്പം തന്നെ മാറിവരുന്ന ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയും IPTV, OTT തുടങ്ങിയ സർവീസുകൾ തുടങ്ങിയവയെ സംബന്ധിച്ച ക്ലാസുകൾ നടന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. ഒരു ചെറിയ ഇടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ. 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം,
സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മോൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. പാൽക്കുളമേട് തുറക്കുവാൻ നടപടി ആരംഭിച്ചു. ആദ്യപടിയായി വനഭൂമിയും കൃഷിഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന ഉൾപ്പെടെയുള്ള സർവേ നടപടികൾക്കാവും പരിഗണന. വനംവകുപ്പ് പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ ചിലർ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നതായി എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ പ്രകൃതി സൗന്ദര്യത്തിന്റെ അപൂർവ സങ്കേതമായി അറിയപ്പെടുന്ന പാൽക്കുളമേട് വിനോദസഞ്ചാര കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനായുള്ള നടപടികൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കഴിഞ്ഞ ജില്ലാ വികസന സമിതി യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആവശ്യമായ നടപടികൾ ഈ മാസം 10-നുള്ളിൽ തുടങ്ങണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് ടൂറിസം സാധ്യതകൾ പഠിക്കുന്ന പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നാണ് ഔദ്യോഗിക വിവരം. പ്രദേശത്തെ വിനോദസഞ്ചാരത്തിനായി തുറക്കുന്നതിന് മുൻപ് സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. സന്ദർശകരുടെ സുരക്ഷയ്ക്കായി സുരക്ഷാ വേലികൾ, ശുചിമുറി സൗകര്യങ്ങൾ, അടിസ്ഥാന സംവിധാനങ്ങൾ വികസിപ്പിക്കൽ എന്നിവയ്ക്ക് മുൻഗണന നൽകും. കൂടാതെ വനഭൂമിയും സ്വകാര്യ ഭൂമിയും വ്യക്തമായി വേർതിരിക്കാൻ സർവേ നടപടികളും അതിർത്തി നിർണയവും അനിവാര്യമാണെന്ന് അധികൃതർ പറയുന്നു. ഇതിനിടെ ചില തൽപര കക്ഷികൾ പ്രദേശത്ത് അനധികൃത പ്രവേശനങ്ങൾ നടത്തുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് വിനോദസഞ്ചാര കേന്ദ്രം തുറക്കുവാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് ഇത്തരം ഇടപെടലുകൾ തടസ്സമാകുന്നുവെന്ന് NCP സംസ്ഥാന കമ്മിറ്റി അംഗം സിനോജ് വള്ളാടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾ അവിടെ ഈ പദ്ധതി എങ്ങനെയെങ്കിലും അട്ടിമറിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയൊക്കെ മോശമാക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ടും ആളുകളെ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് അനേകം ആളുകളെ, നൂറുകണക്കിന് ആളുകളെ കൂട്ടിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാൽക്കുളമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക്, അത് ഏതാനും ഏക്കർ കണക്കിന് വരുന്ന വനപ്രദേശം ഉൾപ്പെടുന്ന സ്ഥലമാണ്, അവിടെ അതിക്രമിച്ച് കയറി വിഷയം ഉണ്ടാക്കിക്കൊണ്ട് ഈ പദ്ധതി അട്ടിമറിക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച കുമളി സന്ദർശനത്തിനിടെ വനമന്ത്രി AK ശശീന്ദ്രനെ സമീപിച്ച പാൽക്കുളമേട് പൊതുജനങ്ങൾക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വനംവകുപ്പിന് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ഹരിത പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന പാൽക്കുളമേടും പുൽമേടുകളും തടാകങ്ങളും വനങ്ങളും ചേർന്ന പ്രകൃതി വൈവിധ്യത്തിന്റെ അപൂർവ സമന്വയമാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. ഇത് തുറക്കുന്നതോടെ ഓഫ് റോഡ് യാത്രക്കാരും ട്രെക്കിംഗ് പ്രേമികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുക. ടൂറിസം പുനരാരംഭിച്ചാൽ പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങളും പ്രാദേശിക വികസനവും വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രകൃതി സൗന്ദര്യം സംരക്ഷിച്ചുകൊണ്ട് നിയന്ത്രണവും സുരക്ഷിതവുമായ വിനോദസഞ്ചാര വികസനം ഉറപ്പാക്കാമെന്നും പാൽക്കുളമേട് അടിയന്തരമായി പൊതുജനങ്ങൾക്ക് തുറക്കണമെന്നുമാണ് നാട്ടുകാരുടെയും
വിനോദസഞ്ചാര പ്രേമികളുടെയും ആവശ്യം. സിറ്റി വിഷൻ ഇടുക്കി. ആദിവാസി കുടികളിൽ കാലാവൂട്ട് മഹോത്സവവും കൂത്തും ആരംഭിച്ചിരിക്കുകയാണ്. വിളവെടുപ്പ് ഉത്സവമായും കുടികളിൽ നിന്നും മൺമറഞ്ഞു പോയവരുടെ ഓർമ്മയ്ക്കായും കൂത്ത് നടത്താറുണ്ട്. മന്നാൻ സമുദായം ആദിവസിക്കുന്ന പ്രധാന ആദിവാസി ഉന്നതിയായ തിങ്കൾക്കാട് കുടിയിലും കൂത്ത് നടന്നു. കേരളത്തിലെ പ്രബല ആദിവാസി വിഭാഗമായ മന്നാൻ സമുദായത്തിന്റെ അനുഷ്ഠാന കലാരൂപമായ മന്നാൻ കൂത്ത് എന്ന കാലാവൂട്ട് മഹോത്സവം ഇടുക്കിയിലെ ഗോത്ര ഗ്രാമങ്ങളിൽ ആരംഭം കുറിച്ചു. തിങ്കൾക്കാട് ആദിവാസി കുടിയിൽ കാലാവൂട്ട് മഹോത്സവം നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി കൂത്തും നടത്തി. ഊരുമൂപ്പൻ KN മണി പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ കുടികളിൽ നിന്നുള്ള ഊരുമൂപ്പന്മാരും കാലാവൂട്ടിൽ പങ്കെടുത്തു. മന്നാൻ സമുദായത്തിന്റെ ഏറ്റവും വിശേഷപ്പെട്ട കലാരൂപമാണ് കൂത്ത്. കോവിലിന്റെയും കണ്ണകിയുടെയും കഥയെ അടിസ്ഥാനമാക്കിയാണ് കൂത്തു നടത്തുക. ഇലത്താളം പോലുള്ള ചാരൽ, തുകൽ നിർമ്മിതമായ മദ്ദളം എന്നീ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത്. കൂത്താരംഭിക്കുന്നതിനു മുമ്പേ തെയ്യം, കഥകളി എന്നിവയെ പോലെ കേളികൊട്ടൽ നടത്തുന്നു. ദൈവവന്ദനത്തോടെ കൂത്താരംഭിക്കും. കൂത്താടുന്നവർ എന്ന അർത്ഥത്തിൽ കളിയിലെ വേഷക്കാരെ കൂത്താടികളെന്ന് വിശേഷിപ്പിക്കും. പെൺതാടികളും ആൺതാടികളും കളിയരങ്ങിലുണ്ടാകും. സ്ത്രീവേഷം കെട്ടുന്നതും ആണുങ്ങൾ തന്നെയാണ്. കയ്യിൽ വളയും കാലിൽ ചിലങ്കയും അണിയുന്നു. ആണുങ്ങൾ മുണ്ടു തച്ചുടുത്ത് തോർത്തു തലയിൽ കെട്ടും. കോവിലൻ പാട്ടുപാടി കളി തുടങ്ങും. അനുഷ്ഠാന നിഷ്ഠയോടുകൂടിയുള്ള കൂത്തിനിടയിൽ കന്നിയാട്ടം നടത്തുന്നു. സവിശേഷമായ ഒരു നൃത്തമാണിത്. കണ്ണകിയുടെ കഥ ആവേശകരമായ മുഹൂർത്തങ്ങളിൽ എത്തുന്ന സന്ദർഭങ്ങളിലാണ് കന്നിയാട്ടക്കാർ രംഗത്തു വരിക. ഈ സമയത്ത് വാദ്യം മുറുകും. പാട്ടും തുള്ളലും ദ്രുതഗതിയിലാവുകയും ചെയ്യും. സിറ്റി വിഷൻ തിങ്കൾക്കാട്. ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന് കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മഹിളാ പ്രധാൻ SAS ഏജന്റുമാരുടെ സംഗമമായ നിനവ 2026 സംഘടിപ്പിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് ഡയറക്ടർ R പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന് കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മഹിളാ പ്രധാൻ SAS ഏജന്റുമാരുടെ സംഗമമായ നിനവ 2026 ഇടുക്കി തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി ദേശീയ സമ്പാദ്യ വകുപ്പ് ഡയറക്ടർ R പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരും സമ്പാദിക്കുന്നവരാവണമെന്നില്ല. അപ്പൊ ഈ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഈ സമൂഹത്തിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ കുറെ ഇപ്പൊ നടപ്പെല്ലാം മാറിയിട്ട് സ്കൂട്ടറിലും ഒക്കെ ആയിട്ടുണ്ട്. അതിന് മുമ്പ് കാലങ്ങളിൽ നിങ്ങൾ വളരെയധികം നടന്നിട്ടുള്ളവരാണ്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് നേരത്തെ പറഞ്ഞ പോലെയുള്ള വലിയൊരു ടാർഗറ്റിൽ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നെ അധ്യക്ഷത വഹിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് ഡിവിഷണൽ ഡയറക്ടർ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംഗമത്തിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ഏജന്റുമാർ, മികച്ച നിക്ഷേപ സമാഹരണം നടത്തിയവർ, മുതിർന്ന ഏജന്റുമാർ തുടങ്ങിയവരെ ആദരിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ജോസ് ജെ മുണ്ടയാനി ആരോഗ്യ സെമിനാർ നയിച്ചു. തുടർന്ന് ഏജന്റുമാർ അവതരിപ്പിച്ച കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി മാട്ടുത്താവളം സെന്റ് സെബാസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷിക ആഘോഷവും കലാപരിപാടികളും നെക്സ്റ്റ് 26 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. മാട്ടുത്താവളം സെന്റ് സെബാസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടി ഇത്തവണ നെക്സ്റ്റ് 26 എന്ന പേരിൽ വിപുലമായി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബിജു മങ്കത്താനം അധ്യക്ഷത വഹിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന തലമുറയിലെ കുട്ടികളെ വളർത്തിയെടുത്ത് അവരെ നല്ലവരായി കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതുമാത്രമല്ല, ഇവിടുത്തെ വളരെയധികം പ്രയത്നിക്കുന്ന ഈ അധ്യാപകരും
അതോടൊപ്പം തന്നെ നൃത്ത പരിശീലനം നടത്തുന്ന അധ്യാപിക, വളരെയധികം സ്കൂളിന് വേണ്ടി കഷ്ടപ്പെട്ട് നിങ്ങളുടെ മക്കളെ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വിജു ചെമ്പ്ലാവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയ്മോൾ രാജേഷ, PTA പ്രസിഡന്റ് MT മനോജ, സ്കൂൾ പ്രധാനാധ്യാപിക മേരി മാത്യു, K കലേഷ് കുമാർ, സിസ്റ്റർ സ്റ്റെനി CSC, IV ജോൺ, സിജി നൈനാൻ മാസ്റ്റർ, ടോബിൻ പ്രിൻസ്, കുമാരി ജുവാന ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ലിയോ PKയെയും പഠന മികവിലും വിവിധ മത്സരങ്ങളിലും മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. സിറ്റി വിഷൻ ഉപ്പുതറ. നെടുങ്കണ്ടം കമ്പംപെട്ട് മഡോണ LP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക പ്രസി ജോസഫിന് യാത്രയയപ്പും നൽകി. അതിർത്തി പട്ടണമായ കമ്പംമെട്ടിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പകരം വെക്കാനില്ലാത്ത സംഭാവനകൾ നൽകിയ സ്ഥാപനമാണ് കമ്പംമെട്ട് മഡോണ സ്കൂള്. 50ാം വാർഷികം ഒരു വർഷം നീണ്ടുനിന്ന നിരവധി പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. സമാപന സമ്മേളനം കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു VS ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ വലിയ ഉന്നതിയിൽ എത്തിയിട്ടുള്ള നിരവധിയായ ആളുകൾ നിലവിലുണ്ട്. 50 വർഷക്കാലം മുമ്പത്തെ സാഹചര്യമെന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യമല്ല. തീർത്തും പാവപ്പെട്ട ആളുകളാണ് ഈ പ്രദേശത്ത് കൂടുതലുമായി ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സ്കൂൾ പ്രധാന അധ്യാപിക പ്രസി ജോസഫിന് നൽകി. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഒരുപാട് സ്നേഹത്തോടെ പ്രസിദ്ധിച്ചതെയും ക്ഷണിക്കുന്നു. മുൻ പ്രധാന അധ്യാപിക സിസ്റ്റർ ക്രിസ്റ്റീന SH, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ്, കമ്പംമെട്ട് സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ ജോർജ് തിരുവങ്കുന്നേൽ, പഞ്ചായത്ത് അംഗം മാത്യൂസ് മറ്റപ്പള്ളി, മറിയാമ്മ തറപ്പൽ, റെന്നി ജോർജ്, സാബു ആയിലുകുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുരുന്നുകളെയും ആദരിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 14,520 രൂപ, പവന് 1,16,160 രൂപ, വെള്ളി ഗ്രാമിന് 300 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇടുക്കിയിൽ പൂർണ്ണം. തോട്ടം മേഖലയും നിശ്ചലമായി. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതും അപൂർവം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിൽ കേരളം മികച്ച പുരോഗതി കൈവരിച്ചുവെന്നും നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U കേൽക്കർ. ഇടുക്കി ആർച്ച് ഡാമിന് ഇന്ന് 50ാം പിറന്നാൾ. 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ച മഹാത്ഭുതം ഇന്നും കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി നിലനിൽക്കുന്നു. KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കൾക്കായുള്ള ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. വൈദ്യുതി സംബന്ധമായ വിഷയങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുകയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ലക്ഷ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.